ആകാശം ചൊരിയും നിറതാരങ്ങളുമായി ഒരു ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യു ഓൾ നോ, ടൈറ്റിൽ തമ്മിലുള്ളത് പോലെ തന്നെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. അത് ഭയങ്കര പ്രൈസ് ഉള്ളതൊന്നുമല്ല, അഫോർഡബിൾ റേഞ്ചിലുള്ളതുകൊണ്ട് ഒരു മിക്കതും മെജോറിറ്റി 500 ബിലോ ആണ്. ആൻഡ് 2-3 കുറച്ച് 500 എബോ ആണ്. ബട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഏകദേശം ആ റേറ്റിന് തന്നെ എപ്പോഴും കിട്ടും. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ കുറേ പേരായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ലിപ്സ്റ്റിക് കളക്ഷൻ. ബട്ട് ഐ ഡോണ്ട് നോ അതെങ്ങനെ ലിപ്സ്റ്റിക് കളക്ഷനായിട്ട് കാണിക്കുമെന്ന്. മേ ബി നമുക്കൊരു വീഡിയോയിൽ നോക്കാം. കുറച്ചും കൂടെയൊക്കെ എൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ കുറച്ചും കൂടി ഒന്നൊന്ന് ഇതായിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഇനി ഒരു 2 ഡേയ്സിൽ ഓൺ എക്സാം ഒക്കെയാണ്. അപ്പം എത്രത്തോളം വീഡിയോ വരും എന്ന് അറിഞ്ഞൂടെ, മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഇന്നത്തെ ഹെയർ കുറച്ച് ഓയിലിയാണ്, അതാണ് ഞാൻ പിടിച്ച് കെട്ടി വെച്ചത്. ആൻഡ് ഇന്നത്തെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, എനിക്ക് ആ കണ്ണ് എഴുതിയത് ഐ എം ഒബ്സെസ്ഡ് എന്നുള്ള പോലെ. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. സോറി. അപ്പം ഐ എം ഒബ്സെസ്ഡ് വിത്ത് മൈ ഐ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു കണ്ണുണ്ടെങ്കിൽ കണ്ണ് എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. നന്നായിട്ട് കണ്ണ് എഴുതാൻ പറ്റില്ല, ഭംഗി ഉണ്ടാവില്ല, വലിയ കണ്ണായിരുന്നെങ്കിൽ എഴുതാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. ബട്ട് എനിക്ക് ഇന്നത്തെ ഐ ലുക്ക് ഞാൻ ഭയങ്കര ഒബ്സെസ്ഡ് ആണ്. കാരണം ഞാൻ ഈ സെയിം ഇതേപോലെ വിങ് ഇന്നലെ സ്കൂളിൽ വരച്ചിട്ട് പോയപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ഐ ഫീൽ വെരി കൊള്ളാം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ നമ്മൾ എന്നെ പ്രത്യേകിച്ച് കുഞ്ഞു കണ്ണുള്ളവരുടെ ഒരു പ്രശ്നം, അല്ല കുഞ്ഞു കണ്ണെന്നല്ല എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, 2 കണ്ണും രണ്ടായിട്ടിരിക്കും. അത് ഒരേപോലെ വരയ്ക്കാന്നുള്ളത് അതിലും വലിയൊരു ഹെക്ടിക്കായിട്ടുള്ള കാര്യം ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഡ്രോ രണ്ടും ഒരേപോലെ വരയ്ക്കാൻ. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കണ്ണ് വരച്ചതിലും മേക്കപ്പിലും ഒക്കെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഭയങ്കര സിമ്പിളായിട്ട് അടിപൊളി മേക്കപ്പാണ് ഞാൻ ചെയ്തത്. ബട്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇൻ റിയൽ ലൈഫ് ഐ എം ഒബ്സെസ്ഡ്. ഐ ആം ഡൺ. എൻ്റെ മേക്കപ്പ് എല്ലാം വലിച്ചു എന്ന് വിചാരിച്ചു. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒരു മാല, ഒരു ഗോൾഡൻ കളർ ഒരു ബ്രേസ്ലെറ്റ് കിട്ടാൻ രസമായിരിക്കും. പക്ഷെ ഞാൻ മാല എടുക്കാൻ പോയതും അത് കുരുങ്ങി കിടക്കുന്നു. അത് ഇനി അഴിക്കാൻ എനിക്ക് വയ്യ. അതെങ്ങനെ ബ്രേസ്ലെറ്റ്, പിന്നെ എൻ്റെ മൂഡ് പോയി, ബ്രേസ്ലെറ്റ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം മൊത്തം അതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മളിപ്പം 2 മിനിറ്റോളം സംസാരിച്ചു. സോ നമുക്ക് ലെറ്റ്സ് ജമ്പ് ഇൻടു ലിപ്സ്റ്റിക്സ് ആണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി പോണത്. സോ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. ഞാനിവിടെ സകല സന്നാഹങ്ങളും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ന് ഇട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. വൈപ്സും എക്സ്ട്രാ ലിപ് ബാമും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഞാനിപ്പോൾ ചുണ്ടിൽ ഒരു ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇടുമ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ്. മാഴ്സിൻ്റെയാണ്, കാൻഡിലേഷ്യസ് ഗ്ലോസ് റേഞ്ചിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് വൈപ്പ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് ഇട്ട് കാണിക്കാം. ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കാണിച്ച് ഇടാൻ നേരത്തെ വൈപ്പ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് നമുക്ക് ഏതിലോട്ട് പോകാം? ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മാഴ്സിൻ്റെ ഇതിൻ്റെ തന്നെ 3 എനിക്കുണ്ട്. ഇതേ സെയിം ഇതിൻ്റെ തന്നെ അൺബോക്സിങ് വീഡിയോ എനിക്ക് തോന്നുന്നു ചാനലിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഹോട്ട് ടോപ്പിക് ആൻഡ് കോറസ് ഗേൾ ആൻഡ് വേറൊരു റെഡ് വരുന്നൊരു ഷെയ്ഡുണ്ട്. പക്ഷെ അതിപ്പോൾ കാണാനില്ല, അത് എവിടെ വെച്ചു എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതും എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്. ഇതിൽ കോറസ് ഗേൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കോറസ് ഗേൾ കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ബിക്കോസ് കുറേ പേർക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട്. ഇതും ഒരു ഭയങ്കര യൂണിവേഴ്സൽ ഷെയ്ഡാണ്. ഫോക്കസ് ഓക്കെ, ഇതൊരു ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഏത് സ്കിൻ ടോണും നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ബിക്കോസ് കുറേ നിങ്ങൾ കണ്ട് മടുത്തതായിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ഇത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ഹോട്ട് ടോപ്പിക്. ഈ ഹോട്ട് ടോപ്പിക്ക് ഒരു ലിപ് ലൈനർ വെച്ച് ഇടുമ്പോഴാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം. ഞാനൊരു 2 എൻ്റെ ഫേവറേറ്റ് ലിപ് ലൈനേഴ്സ് 3 ഉണ്ട്. മാഴ്സിൻ്റെ ഒരു ലിപ് ലൈനർ ഉണ്ട്, പക്ഷെ അതിപ്പോൾ എൻ്റെ ഇല്ല. ഞാൻ പുതിയത് ഇനി വാങ്ങിക്കണം. അത് ഞാനിവിടെ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തേക്കാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും. റീസെൻറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ. ഇത് ആക്ച്വലി ഒരു ഐ പെൻസിലാണ്. ഇത് ഫോക്കസ് ആണ്. ഓക്കെ, ഒരു ഐ പെൻസിലാണ്. ബട്ട് ഇത് നമുക്ക് ലിപ് ലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഐ പെൻസിൽ ഞാനിത് ലിപ്പിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്മജ്ജറുണ്ട്. സോ ദാറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. കണ്ണിൽ വരയ്ക്കാനുള്ളതാണ് ബേസിക്കലി ഇത് നിങ്ങൾക്ക് കണ്ണിൽ ഉപയോഗിക്കാനും നല്ലതാണ്, സ്മോക്കി ഐസ് ഒക്കെ ചെയ്യണമെങ്കിൽ. പക്ഷെ ഞാനിത് ലിപ്പിൽ യൂസ് ചെയ്യാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ലിപ് ലൈനറായിട്ട് നല്ല ബ്രൗൺ ആണ്. ആൻഡ് ഇത് ബെസ്റ്റ് തിങ്, ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ബെസ്റ്റാണ്. ആൻഡ് ഇനി ഞാൻ കാണിക്കുമ്പോൾ 2 ലിപ് ലൈനേഴ്സ് അത്ര ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഒരെണ്ണം എൻ്റെ കയ്യിലില്ല, മാഴ്സിൻ്റെയാണ്. അത് അടിപൊളിയാണ്. ഒരു 69 എന്തോ റുപ്പീസ് അതിന് വരുന്നുള്ളൂ. നെക്സ്റ്റ് ആണ് ഈ ഒരു
സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ഞാൻ ഇതിന്റെ സൈസ് കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഇത് എന്തുമാത്രം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. മറ്റത് തീർന്നു, ഇത് എന്തുമാത്രം ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയാണ്, ഈ ഒരു ചോക്ലേറ്റ് കളറുള്ള ഷെയ്ഡ്. പക്ഷേ ഇത് അത്ര ട്രാൻസ്ഫർ പ്രൂഫ് അല്ല എന്നല്ല, ലാസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ട്രാൻസ്ഫർ പ്രൂഫും അല്ല, ലാസ്റ്റ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് പോകും. ലിപ്സ്റ്റിക്കിൻ്റെ കാട്ടിൽ മുന്നേ ലിപ് ലൈനർ പോകും. അതാണ് എനിക്ക് ഇതിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ബട്ട് ആ പ്രൈസിന് ഇത് പോത്താണ്. നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇറ്റ്സ് ഫൈൻ ടു യൂസ്, ബട്ട് അതർവൈസ് അത്ര ഒരു ഇതില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 2 ലിപ് ലൈനർ സജഷൻസ്. ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് ലിപ് ലൈനർ ഇടുമ്പോഴാണ് എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടം. ഓക്കെ, വായിച്ചറിയാം. ഓക്കെ, ഞാനൊരു മിററും കൂടി എടുക്കേണ്ടതായിരുന്നു. 1 സെക്കൻഡ്, ഞാനൊരു മിറർ എടുത്തു. ഓൾറെഡി ഞാനൊരു ലിപ് ലൈനർ വരച്ചതിൻ്റെ കുറച്ച് പോർഷൻസ് അവിടെ ഉണ്ട്. പക്ഷെ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ഒരു ബ്രൗൺ ലിപ് ലൈനറൊന്നും അല്ല, അത് പോയിട്ടില്ല കേട്ടോ. സോ നമുക്കിനി വരയ്ക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ കാണുമ്പം കുറച്ചൊരു ഓറഞ്ചിഷ് ആയിട്ട് തോന്നും അല്ലേ? 1 സെക്കൻഡ്, ഞാൻ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു. ഇത് നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ബട്ട് നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് യു ദിസ്. ബട്ട് എൻ്റെ സ്കിൻ ടോണും എന്നെക്കാളും ലൈറ്റർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. ഇതിന് ഞാൻ വേണമെങ്കിൽ ഒരു ലിപ് ലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മേളിൽ കൂടെ ലിപ് ലൈനർ വെച്ചാൽ എത്ര ഇതുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. നമുക്കൊരു സത്യം പറഞ്ഞാൽ ഓണത്തിനൊക്കെ അപ്രോപ്രിയേറ്റ് ആണ് ഈ ഒരു ലിപ് ഷെയ്ഡ്. അതായത് സെറ്റും ഉണ്ട് സാരിയുടെയൊക്കെ കൂടെ ആ ഒരു ഷെയ്ഡ് ഓഫ് സാരിയുടെ കൂടെ ഇത് ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് അല്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. മീൻസ് ഇതുള്ളവർക്കൊക്കെ ഈ ഷെയ്ഡ് ഇഷ്ടമായിരിക്കും. അത്ര അടിപൊളിയാണ് ഈ ഒരു ലാക്മേഡ് ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച്. എനിക്ക് ഇവരുടെ തന്നെ 2 എണ്ണം ഉണ്ട്, ഒരു ചെറിയ റെഡ് കളർ ഷെയ്ഡും ആൻഡ് ഒന്ന് ഇതും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് മേ ബി പാർട്ട് 2 ഇതിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 ഇടാം. സോ ആ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സംടൈംസ് ഇത് ചിലപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാനിത് ഇടുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. സോ ഇത് ഞാൻ ഇട്ട് കാണിച്ചതാണ്. കണ്ടോ, ഇത് കുറച്ച് ലിപ് ബാം ഉണ്ട്, അതിൻ്റെ ആ ഒരു ഗ്ലോസി, അത് ഞാൻ ഒപ്പി കാണിച്ചു തരാം കുറച്ച്. കണ്ടോ, ഭയങ്കര ഒരു ന്യൂഡ് സോർട്ട് ഓഫ് ഷെയ്ഡാണ്. അതായത് ഡെയിലി വെയറിന് പക്ക പെർഫെക്റ്റ് ഫോർ. ഇപ്പം എന്നെക്കാളും ലൈറ്റർ ആണെങ്കിൽ ഒരു ഷെയ്ഡ് 1, 2, 3 ഷെയ്ഡ് ഡാർക്കർ ആണെങ്കിലും ഇറ്റ്സ് പെർഫെക്റ്റ്. ഇപ്പം എന്നെക്കാളും ഡാർക്കർ ആണെങ്കിൽ നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഈ ലിപ് ലൈനർ വെച്ചിടുമ്പോൾ ഇറ്റ്സ് സോ ഗുഡ്, ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു വാംത്ത് കുറച്ചും കൂടെ, ഇതിപ്പം മേളിൽ കൂടെ ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, പക്ഷെ ഇട്ടിട്ട് ഫില്ല് ചെയ്താൽ അടിപൊളിയാണ്. നിങ്ങൾക്കിത് ഭയങ്കര രസമാണ്. ഈ ഒരു ഒറ്റ ലിപ്സ്റ്റിക്ക് മതി, സോ ഗുഡ് എന്നൊക്കെ ഞാൻ പറയും. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി വാങ്ങിച്ചോളൂ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ലിപ്സ്റ്റിക് ഓപ്ഷൻ. ഞാൻ ലിപ് ലൈനർ വെച്ച് കാണിച്ചു തരണമെന്ന് വെച്ചാൽ ഞാൻ മെജോറിറ്റി ലിപ്സ്റ്റിക് ഇടുന്നത് ലിപ് ലൈനർ വെച്ചാണ്. എനിക്ക് ലിപ് ലൈനർ വെച്ച് ഇടുമ്പോഴാണ് എനിക്കൊരു ഭംഗി തോന്നുന്നത്, എസ്പെഷ്യലി ബ്രൗൺ ലിപ് ലൈനർ. ഞാൻ വേറെ ഒരു ലിപ് ലൈനർ ഉപയോഗിക്കാറില്ല. സോ യാ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ റീസെൻറ്റ് ഫേവറേറ്റ്. ഇതിൻ്റെ ഷെയ്ഡ്, എല്ലാത്തിൻ്റെ ഷെയ്ഡ് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ചിലതിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോകും. അതാണ് ഇത് ലവ് എർത്തിൻ്റെ ആണ്, ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഭയങ്കര അടിപൊളിയാണ്. ഇതും ആ ഒരു ലാക്മിയുടെ പോലെ തന്നെയാണ്. നോക്ക് എന്ത് രസമാണ് കാണാൻ. ഞാനിത് വീഡിയോയിൽ കണ്ടപ്പോൾ, ഒരാളുടെ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇതൊരു റെഡ് അണ്ടർടോണിലുള്ളതെന്നും പറഞ്ഞാണ് വാങ്ങിച്ചത്. ബട്ട് വന്നപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് മറ്റേ കളർ തിയറി എക്സിസ്റ്റ് എന്നൊക്കെ പറയും പോലെ എനിക്കിതൊരു ന്യൂഡായിട്ടാണ് വർക്കായത്. ബട്ട് എനിവേ ഇതായിരുന്നു എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. ഇത് മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു. ലാസ്റ്റ് പിന്നെ ബാക്കിയുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി ഉപയോഗിച്ച ഒരു ലിപ്സ്റ്റിക്കാണിത്. ലുക്ക് അറ്റ് ദാറ്റ്, എത്ര ഭംഗിയുള്ള ഷെയ്ഡാണ്. നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഞാൻ ഇവിടെയും ഈ ഉള്ളിലും ഇവിടെയും ഒന്ന് ലിപ് ലൈനർ വെച്ച് മാർക്ക് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സൂപ്പർബാണ്. ഇതിലെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെ വന്നാലും നമ്മൾ ക്യാമറയും റിയൽ ലൈഫിലും തമ്മിൽ എന്തായാലും ഒരു ബാരിയർ ഉണ്ടാവും. മേ ബി നല്ല അത്രയും പ്രൊഫഷണൽ ക്യാമറയൊക്കെ വാങ്ങിച്ച് ഷൂട്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന iPhone 15 പ്ലസ്സിലാണ്. സോ മാക്സിമം ബെറ്ററായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാം. ഓക്കെ,
ഞാനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കണ്ണാടി വെച്ചേക്കുന്നുണ്ട്, ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് പോകും, അതൊരു പ്രശ്നമാണ്. ലിപ്പ് ലൈനർ ഈ മേളിൽ കൂടെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് അല്ലാതെ വരച്ചാൽ സോ ഗുഡ്, ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ? കുറച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കാണിച്ച സ്ഥിതിക്ക് ഇനി ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. അതാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡി പേരെനിക്ക് ഷെയ്ഡ് ഞാൻ പറയുന്നില്ല, ഇവിടെ കൊടുത്തേക്കാം. 22. ഇതെനിക്ക് മറ്റേ ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് പോലെയൊക്കെ തോന്നും. ആൻഡ് ദ മോസ്റ്റ് ഫേവറേറ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് എന്താണെന്ന് അറിയുമോ? ഇത് മാഗ്നറ്റാണ്. നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കര അഫോർഡബിൾ ആണ്. ബട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇറ്റ്സ് വെരി ഗുഡ്. സ്വിസ് ബ്യൂട്ടി നെവർ ഡിസപ്പോയിൻറ്റ് അസ് ഇൻ പാക്കേജിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഷെയ്ഡും. ഇതും എന്നെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഇതെന്താണെന്ന് പറയുക, ചുണ്ടിലിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഇപ്പം ഇട്ട് നമ്മൾ ഇങ്ങനെ ആക്കി ഉടനെ ഇപ്പോഴേ ട്രാൻസ്ഫർ പ്രൂഫാണ്, ചെറിയൊരു ഇതേ കാണുള്ളൂ. അത് നേരത്തെ ഒരെണ്ണത്തിൻ്റെ ചെയ്ത് നോക്കിയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കുറച്ചേ ട്രാൻസ്ഫർ ആവുള്ളൂ. ഐ മീൻ ഫുഡ് കഴിച്ചാലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് മാത്രമേ ഉള്ളെന്ന് പോകുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് പോലും അല്ല, ബുള്ളറ്റ് ആണ്, എന്നിട്ടും ഇത് അത്യാവശ്യം ട്രാൻസ്ഫർ പ്രൂഫാണ്. ഓക്കെ, ഇതാണ് എൻ്റെ നെക്സ്റ്റ്. ഇത് ലിപ്പ് ലൈനർ ഇട്ട് കാണിക്കണ്ടല്ലോ, ലിപ്പ് ലൈനർ ഇട്ട് അതിൻ്റെ ഭംഗി വേറെ ലെവലിലോട്ട് പോകും. ഓക്കെ, സോ നമുക്കിത് വാങ്ങിച്ചിട്ട് അടുത്ത കാണിച്ചു. മേബിലിൻ്റെ തന്നെ കാണിക്കാം. ഇതൊരു റെഡ് ടച്ച് വൈൻ എന്നൊക്കെ പറഞ്ഞൊരു റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് തന്നെ ഡിവൈൻ വൈനാണ്, മേബിലിൻ്റെ ആണ്. സോ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക്, ലൈക്ക് കുറച്ച് പേർക്ക് ഒരു റെഡ് ആൻഡ് ടോൺ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഞാൻ കൂടുതലും ഈ ലിപ്സ്റ്റിക് വീഡിയോസ് കാണുമ്പോഴേ ഡസ്കി സ്കിൻ അവർ കാണിക്കുന്ന എപ്പോഴും ബ്രൗൺ ലിപ്സ്റ്റിക്സ് ആണ്. നമുക്ക് ബ്രൗൺ സ്കിൻ ടോൺ അങ്ങനത്തെ ലിപ്സ്റ്റിക് നല്ലോണം കോംപ്ലിമെൻറ്റ് ചെയ്യും, ദാറ്റ്സ് വെരി ട്രൂ. ബട്ട് കുറച്ചൊരു പിങ്ക് അണ്ടർ ടോൺ എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ അധികം റേഞ്ചസ് കണ്ടിട്ടില്ല. അതാണ് ഞാൻ ഇതിൽ കൂടുതലും കുറച്ചൊരു പിങ്കിഷ് ഒരു ഇത്തിരി വരുന്ന, എല്ലാവർക്കും മാച്ച് ആവുന്ന ഡെയിലി വെയറിനായിട്ടുള്ള കൂടുതലും കാണിച്ചിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രോവർ തുറന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചെടുത്ത് വന്ന് കാണിക്കുന്നതാണ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർലി പ്ലാൻഡ് ചെയ്ത് അങ്ങനെ കാണിക്കുന്നതല്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിട്ട് കാണിച്ചേക്കാം. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പം നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ലുക്കിനെ എലിവേറ്റ് ചെയ്യണമെങ്കിൽ ഇത് അടിപൊളിയാണ്. കണ്ടോ, ഇതെങ്ങനെയാണ് ഇതിൽ കാണണേന്നാണ്. രസമുള്ളൊരു വൈൻ സോർട്ട് ഓഫ് ഷെയ്ഡാണ്. ഇതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. കുറച്ച് നാളായി, പക്ഷെ ഞാൻ ഇതിട്ടിട്ടിപ്പോൾ 2-3 ദിവസമായി, കുറച്ച് നാളായി, 2-3 ദിവസമല്ല കുറച്ച് നാളായി. ഒരു ഫേ ബ്യൂട്ടിയുടെ ലിപ്പ് വിപ്പ്. ഇത് ആക്ച്വലി ഫസ്റ്റ് വാങ്ങിച്ച ഈ ഒരു ഷെയ്ഡാണ്. ബട്ട് ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഭയങ്കര കുറച്ച് ഡാർക്കായി പോയി, ഒരു ഡ്രാക്കുള ഷെയ്ഡ് പോലെ എൻ്റെ സ്കിൻ ടോൺ എനിക്ക് തോന്നി. നിങ്ങൾ എന്നെക്കാട്ടും കുറച്ച് ഡാർക്ക് ആണെങ്കിൽ പെർഫെക്റ്റ്. ഞാൻ കാണിച്ചു തരാം. കൊള്ളാമോ? ഇതെങ്ങനെ ഉണ്ടാകും? അപ്പം എന്നെക്കാട്ടിലും ഒരു ഷെയ്ഡൊക്കെ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് സൂപ്പർ ആയിരിക്കും. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്, സോറി കേട്ടോ, ഈ ഷെയ്ഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതന്നെ, സോറി, ടെംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. രസമുണ്ടല്ലേ ആക്ച്വലി. അപ്പം എനിക്കെന്താ ആദ്യം ഇട്ടപ്പോൾ അങ്ങനെ തോന്നി, ഇപ്പം എനിക്ക് കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നി. ഇത് ടെംപ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത മായ്ക്കാം. ഇതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വായിക്കുന്നുണ്ട്, പെട്ടെന്ന് പോവേ. ഒരു കുറച്ച് നേരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യും. മിക്ക ലിപ്സ്റ്റിക്കും ഒന്ന് സെറ്റ് ആവാൻ ഒരു സമയം കൊടുത്ത ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. ഇത് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഫേ ബ്യൂട്ടിയുടെ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് വാങ്ങുന്നത്, ഐ തിങ്ക് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ടെംപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റിവെഞ്ച് കാണിച്ചു തരാം. ഇത് കുറച്ചുകൂടെ ഒരു റെഡ് കണ്ടിട്ടുകൊണ്ട് വരുന്നതാണ്, പെർഫെക്റ്റ് റെഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ. ഇതും നിങ്ങളിപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇതിട്ടാലുണ്ടല്ലോ സ്കിന്ന് അങ്ങോട്ട് ഇപ്പം തന്നെ ഒരു ഗ്ലോ വന്നില്ലേ മുഖത്തൊക്കെ, പല്ലൊക്കെ കുറച്ച് വെളുപ്പിച്ച് കാണിക്കുന്നൊരു റെഡാണ്, ഭയങ്കര റെഡാണ്. പക്ഷേ തെറിച്ച് നിൽക്കുന്നൊരു റെഡല്ല. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ഇവിടെ എവിടെയും കോണ്ടോർ ചെയ്ത് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഇത് ഇട്ടാണ്ടല്ലോ,
ഞാനിവിടെ പറ്റുവാണെങ്കിൽ റെഫറൻസ് എന്തെങ്കിലും കൊടുക്കാം. അതേപോലെ നല്ല രസമുള്ള ഒരു ലിപ്സായിട്ട് മാറും. ആൻഡ് നിങ്ങൾ കുഞ്ഞു ചുണ്ടാണെങ്കിൽ യു ഷുഡ് യൂസ് എ ലിപ് ലൈനർ. അത് നിങ്ങളുടെ ചുണ്ടിന് കുറച്ചുകൂടെ ഒരു ഭംഗി തരും, രസം തരും എന്നൊക്കെ പറയില്ലേ. എൻ്റെ അത്യാവശ്യം വലിയ ചുണ്ടാണ്, ബട്ട് സ്റ്റിൽ ഐ യൂസ് എ ലിപ് ലൈനർ. ഇത് ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്ലോസ് ആയിട്ടും മാറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2-in-1 ലിപ്സ്റ്റിക് ആണ്. ഇറ്റ്സ് ഫ്രം സ്റ്റേസ്. ഇതൊരാൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഞാൻ വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. ബട്ട് ഇത് ഭയങ്കര രസമാണെന്ന് വെച്ചാൽ ഞാനിത് സെപ്പറേറ്റ് ഒരു ഷോർട്സിലും ഞാനിത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നേ ഇട്ട് ഞാൻ കാണിച്ച് തരുന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ ഇത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ കോൺഫിഡൻറ്റ് ഗിഫ്റ്റ് ചെയ്ത 2 ലിപ്സ്റ്റിക്ക് ഞാൻ ഷോർട്സിൽ കാണിച്ചു, ബട്ട് ഞാൻ ഇത് ഇട്ട് കാണിച്ചില്ലല്ലോ. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. യൂഷ്വലി ഈ 2 ലിപ്പ് റേഞ്ചിലും ബ്രൗൺ സ്കിൻസിന് കൂടുതലും കാണിക്കുന്നത് ഒരു ബ്രൗൺ കാരമൽ പോലത്തെ കളറല്ലേ. ഇപ്പം ഇതിൽ തന്നെ മസ്കാര, പിന്നെന്താണ് എന്ന് പറഞ്ഞ ഷെയ്ഡ്, അങ്ങനത്തെ കുറച്ച് ബ്രൗൺ സോർട്ട് ഓഫ് ഷെയ്ഡ്സ് ആണല്ലോ കാണിക്കുന്നത് യൂഷ്വലി ഈ ഒരു ലിപ്സ്റ്റിക് റേഞ്ചിൽ. ഇതൊരു പിങ്ക് ബെറി പോലെ വൈൽഡ് ആൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഷെയ്ഡും, ഇത് വന്നിട്ട് അൺറിവൈവൽഡോ അങ്ങനെ ഒരു പറയുന്നൊരു പിങ്ക് അണ്ടർടോൺ. ഇത്രയും പിങ്ക് അല്ല, ബട്ട് രസമുള്ളൊരു പിങ്കാണ്. ഡസ്കി സ്കിന്നൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു പിങ്കാണ്. ഡസ്കി അല്ലെങ്കിൽ ഒരു വീറ്റിഷ് സ്കിൻ ടോണ്. ഫസ്റ്റ് ഞാൻ ഈ ടെഡീറ്റിൻ്റെ കാണിക്കാം. ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ഇതാണ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ കണ്ടോ ഭയങ്കര ഒരു ഭംഗിയില്ലേ. എനിക്ക് ചുറ്റും ഈ ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ട് ഒരു വൃത്തികേടുണ്ടാവും. ബട്ട് സ്റ്റിൽ വൈൽഡ് അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡും. ഇതിൻ്റെ തന്നെ ഞാൻ വേറെ ഷെയ്ഡ് ട്രൈ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും ലിപ്സ്റ്റിക് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ ഇഫ് ഐ എം ഇൻട്രസ്റ്റഡ് ഐ ബൈ. നമുക്ക് ഈ സൂപ്പർ വിനിൽ ഇങ്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ കുലുക്കിയിട്ട് വേണം അതിടാൻ. ഓക്കെ, ഇനി ഇതിട്ട് കാണിച്ചു തരാം. ഇതും ഒരു ഭയങ്കര രസമുള്ളൊരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഐ തിങ്ക് ഇതോടുകൂടി നമ്മുടെ ലിപ്സ്റ്റിക് വീഡിയോയ്ക്ക് ഇവിടെ ഒരു കലാശക്കൊട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞു. എത്ര വൈബ്സാന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര സമയം കൊണ്ട് ഇവിടെ ഉപയോഗിച്ച് തീർത്തത്. എനിവേ ഐ എം ഹാപ്പി ദാറ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു എഫേർട്ട് എടുത്തതിൽ. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പം എനിക്കെന്തോ ഇപ്പം ഞാൻ കുറച്ച് നേരം ക്ലാസ് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എന്നൊന്ന് റെഡിയായ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോയി ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും. നിങ്ങൾക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ആണോ, കുറച്ച് ഇതേപോലത്തെ പിങ്ക് അണ്ടർടോൺ വരുന്നതാണോ ഇഷ്ടം, എങ്ങനെയാണ് ഇഷ്ടം, എന്തൊക്കെ ലിപ്സ്റ്റിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യണോ, എല്ലാം നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.